വ്യാപാരമേഖലയ്ക്ക് പ്രത്യേകിച്ച് ഇളവുകളോ പ്രത്യേകിച്ച് അനുകൂലമായിട്ടുള്ള പ്രഖ്യാപനങ്ങളോ ഒന്നും ബഡ്ജറ്റിലുണ്ടായിട്ടില്ല. വ്യാപാര മേഖലയെ ശരിക്കും നിരാശപ്പെടുത്തുന്ന ബഡ്ജറ്റ് തന്നെയാണ്. ലോ ഇൻകം കമ്പനികളുടെ ടാക്സ് എന്നുള്ളത് 30% നിന്ന് 25% കുറച്ചിട്ടുണ്ട്. അതും കമ്പനികളെ സംബന്ധിച്ച് 5% എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. ഈ വർഷത്തെ 2017 ബഡ്ജറ്റ് പൊതുവെ ഒരു നല്ലൊരു അഭിപ്രായമാണ്. കാരണം നമ്മുടെ ഇപ്പോൾ IRCTC സർവീസ് ചാർജ് അവരുടെ കവിഞ്ഞു. അതേപോലെ തന്നെ സീനിയർ സിറ്റിസൺസിൻ്റെ ഇൻകം അതും അവർ ഏകദേശം 8% വർദ്ധിച്ചിട്ടുണ്ട്. പൊതുവെ അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. 5 വർഷം കൊണ്ട് കൃഷിക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ കിട്ടുന്ന വരുമാനം ഡബിളാവുമെന്ന് പറയുന്നതിൽ വലിയ ഒരു അർത്ഥമുണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു 7-7.5 വർഷം കൊണ്ട് തന്നെ ഇപ്പോഴുള്ള ഒരു ഡെപ്പോസിറ്റ് ഇടുകയാണെങ്കിൽ ആ ഡെപ്പോസിറ്റ് ഡബിൾ ആവുന്നുണ്ട്. ടാക്സിന്റെ സ്ലാബ് ചേഞ്ച് ചെയ്തതിൽ കുറച്ച് ഇതിൽ നമുക്ക് സന്തോഷമുണ്ട്. പിന്നെ സേഫ്റ്റി സംബന്ധമായി ഫണ്ട് സ്വരൂപിക്കാനുള്ള തീരുമാനം അത് സാധാരണ ജനങ്ങളുടെ കയ്യിൽ നിന്നും ഇനിയും നിരക്ക് വർധന കൊണ്ടുവരുന്ന തരത്തിലേക്കായിരിക്കും നയിക്കുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ IT മേഖലയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പിന്നെ കൃഷി തൊഴിലാളികളെ അല്ലെങ്കിൽ കൃഷിയിടങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം മാത്രമേ ഈ ബഡ്ജറ്റ് കൊണ്ട് ഒരു മെച്ചമുള്ളതായിട്ട് തോന്നുന്നുള്ളൂ. അല്ലാത്തൊരു മേഖലയിലേക്ക് വലിയ രീതിയിലൊരു സ്വാധീനം ചെലുത്താൻ പറ്റിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.